ഇപ്പോൾ ഈ റീസെൻ്റ്ലി തമിഴ്നാട്ടിൽ നടന്ന സൂയിസൈഡിൻ്റെ ന്യൂസ് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്നുള്ളതല്ല. ഒരു പക്ഷേ ഇന്ന് ഡൗറി ആയിരിക്കാം, നാളെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. ഐ ജസ്റ്റ് വോണ്ട് ടു സേ സൂയിസൈഡ് ഈസ് നോട്ട് ദ സൊല്യൂഷൻ. നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെ തോന്നാം. നമ്മുടെ ലൈഫിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മരിക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പെയിൻ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം. പെയിൻ നിർത്താൻ വയ്യ, ഭയങ്കര ഓവർവെൽംഡ് ആണ്. നമ്മുടെ ചുറ്റുമുള്ളവരിൽ ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളാകെ തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു സേ യു ആർ സ്ട്രോങ്ങർ ദാൻ ദാറ്റ്. You can survive this and you deserve love. And ending your life is not the solution. ഒരുപാട് സൂയിസൈഡ്സ് ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ കാരണം ഒരാൾ മരിക്കേണ്ടി വരാതിരിക്കട്ടെ. എനിക്ക് ചുറ്റിലുള്ളവരോട് അതാ പറയാനുള്ളത്. ഇഫ് someone is coming to you and telling you അവർ സൂയിസൈഡലാണ്, പ്ലീസ് ഷോ സം കമ്പാഷൻ. യൂഷ്വലി ആളുകൾ ചെയ്യുന്നത് ചിലപ്പോൾ തള്ളിയാണത്, വെറുതെ അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കും, ചുമ്മാ പറയുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ തള്ളി വിടാറാണ് പതിവ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ എനിക്കതുണ്ട്, എൻ്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ തള്ളുവിടും. പക്ഷേ നമുക്ക് മരിക്കാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലാണ് എന്നൊന്നും ആരും വെറുതെ പറയില്ല. ഇനി അഥവാ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറയുന്ന ആളുകളാണെങ്കിൽ പോലും ആ ഒരു സ്റ്റേജിലേക്ക് അവരെ എത്തിച്ചേർക്കുന്നത് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഷൂസിൽ നിന്നുകൊണ്ട് ഒരു മിനിറ്റെങ്കിലും നമുക്കൊന്ന് എന്താ അവരുടെ ഉള്ളിൽ നടക്കുന്നതെന്ന് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല മനുഷ്യനാവാനും ചിലപ്പോൾ അവർക്കൊരു താങ്ങാവാനും ഒരു ജീവൻ രക്ഷിക്കാനും സാധിക്കും. നിങ്ങൾ ചിലപ്പോൾ ഡൗറി വാങ്ങിക്കുന്നവരാവാം, കൊടുക്കുന്നവരാവാം. അത് വാങ്ങരുതെന്നോ കൊടുക്കരുതെന്നോ പറയാനല്ല ഞാൻ ഈ റീല് ചെയ്യുന്നത്. അതൊക്കെ ഒരു ബേസിക് ആയിട്ട് ജീവനോട് ഇരിക്കുന്ന എല്ലാ മനുഷ്യനും ഇതിനോടകം മനസ്സിലാക്കി കഴിയേണ്ട കാര്യമാണ്. പക്ഷെ ഒരു അപ്പനമ്മയ്ക്കും മക്കളെ നഷ്ടപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതിൻ്റെ റീസൺ നമ്മളാകാതെ ഇരിക്കുക എന്നുള്ളതാണ്. ആൻഡ് സംബഡി ഈസ് സഫറിങ് സൈലന്റ്ലി, ഗിവ് ദം എ ഷോൾഡർ. Give them a space to speak. If you can't do anything else, just listen. Maybe connect them with a professional. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഗവൺമെന്റിന്റെ ആയാലും റീച്ച് ഔട്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഉണ്ട്. അതിലേക്ക് വിളിക്കുമ്പോൾ അവരുടെ കൂടെ ഒന്നിരിക്കുക, അവരുടെ കയ്യിലൊന്ന് പിടിക്കുക, അവരോട് പറയും ഇറ്റ്സ് ഓക്കെ, യു വിൽ ഗെറ്റ് ഓവർ ദിസ് സൂൺ. ഐ എം നോട്ട് ആസ്കിങ് യു ടു ബി ദർ ഇമോഷണലി ഫോർ എ പേഴ്സൺ ലോങ്കർ ദാൻ യു ക്യാൻ. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ, അതേപോലെ ഈ സഫറിങ്ങിലൂടെ പോകുന്ന ആൾക്കാരും പ്ലീസ് give yourself another chance. Reach out someone, talk to someone. കാരണം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഫേസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് കണ്ടെത്താനും സ്നേഹിക്കാനും ജീവിക്കാനും ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കണ്ടുപിടിക്കും. ഐ പ്രോമിസ് യു, ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. ഒരു ഭർത്താവിനെ നഷ്ടപ്പെടുന്നതോ ഒരു ലവറിനെ നഷ്ടപ്പെടുന്നതോ ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. യു വിൽ സർവൈവ് ദാറ്റ് ആൻഡ് യുവർ ലൈഫ് മാറ്റർ. യു മാറ്റർ. പ്ലീസ്